കാര്യങ്ങളാണ്. അല്ലാണ്ട് നമുക്ക് ഇവിടെ ഈ ചെടികളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സെന്ററിൽ ഒരു ചെടി ഒരു മരം പോലെ വെച്ചിട്ട് അതിലെ റൗണ്ട് ചെയ്ത് ഇരിക്കുന്ന രീതിയിലാക്കിയാലോ? അതായത് ഇപ്പം സെന്ററിൽ ഒരു മരമായിരിക്കും, ആ മരത്തിന് ചുറ്റുമായിട്ട് നമുക്ക് ഇരിക്കുന്ന രീതിയിലോ. പക്ഷെ ഇതിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കിനും സ്പേസ് ഇവിടം വരെയല്ലേ നമ്മുടെ ഓപ്പൺ സ്പേസ് വരുന്നുള്ളൂ. ഇങ്ങോട്ട് നമുക്ക് ഓപ്പണിംഗ് അല്ലേ? അങ്ങോട്ട് ഫുൾ ഓപ്പണിംഗ് ആണ്. ഫുൾ ഓപ്പണിംഗ് ആണ്. ഓക്കെ. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മറ്റേ സ്ക്വയർ ഫീറ്റ് കൂടുകയും ചെയ്യും. ഇതാകുമ്പോൾ എന്താ അറിയോ, നമുക്ക് ആ കർട്ടൻ ഉണ്ടല്ലോ മേലത്തെ, മഴക്കാലത്ത് മാത്രം ഇടുന്ന ഒരു കർട്ടൻ ടൈപ്പ് ഉണ്ടല്ലോ, ആ സാധനം വാങ്ങിയിടാന്ന് കരുതിയിട്ടാണ്. ആ സമയമാകുമ്പോൾ നമ്മൾ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ നീട്ടി കൊടുത്താൽ ഇങ്ങനെ പോകും, ആവശ്യം കഴിഞ്ഞാൽ പൂട്ടി വെക്കാനും പറ്റും. ഒരു കൊട പോലെ. ഇവിടെ നമുക്ക് സീറ്റിംഗ് ആണോ അതോ നമ്മുടെ ഊഞ്ഞാലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഊഞ്ഞാൽ ആയിക്കോട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്ന ഊഞ്ഞാല ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്ന ഭാഗല്ലേ, ഇവിടെയോ? അവിടെ ആ ഇറങ്ങുന്ന ഭാഗം, അതായത് ആ വാതിൽ കൊടുത്ത അവിടെ, എന്നിട്ട് ആ ഗ്രില്ല് ആക്കിയാലോ എന്നുള്ളതാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ നോക്കി അവിടെ ഇവിടെ വെച്ചാൽ സീറ്റിംഗ് എങ്ങനെ വെച്ചാൽ നോക്കിയിട്ട് അനുസരിച്ച് ചെയ്തോളി. ഇവിടെ ഊഞ്ഞാല കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഊഞ്ഞാല കൂടെ ഹാളിൽ ഊഞ്ഞാല കൊടുക്കാൻ പറ്റുമോ? ഹാളിലോ? ആ ലിവിംഗ് റൂമിന്റെ മണ്ടയില്, ലിവിംഗ് റൂമില്ലേ? അതെ, ഇവിടെ തന്നെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ നോർമൽ ഒരെണ്ണം കൊടുക്കാൻ പറ്റും. അപ്പൊ അതായത് ഇപ്പൊ അവിടെ ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഊഞ്ഞാലിൽ ഇരിക്കാനും പറ്റും. ആയിട്ട് അങ്ങോട്ട് സംസാരിക്കാം, ടി വി കാണാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് സംസാരിക്കാം. അപ്പൊ നമുക്ക് സെന്ററിലേ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഊഞ്ഞാലൊക്കെ ആകുമ്പോ ആടാനൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ടി വി അങ്ങനെ പ്രശ്നമുണ്ടല്ലേ. ഈ ഡോർ ഇതാ, ഈ ഡോറിന്റെ വർക്ക് വരുമ്പോഴേ അവിടെ ഡോർ ഉണ്ടെന്ന് തോന്നരുത് കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ഡോർ തോന്നിക്കരുത്, അവിടെ ഡോർ ഉണ്ടെന്ന് തോന്നരുത്. അവിടുത്തെ എന്തെങ്കിലും വർക്കിംഗ് അതിനനുസരിച്ചുള്ള വർക്കിംഗ് ചെയ്താൽ മതി. ഇവിടെ ഡോർ ഉണ്ടെന്ന് തോന്നരുത്, ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ. നമ്മൾ ചെന്ന് തുറന്നാലും ഡോർന്ന് അറിയാൻ പാടുള്ളൂ. അത് നമുക്ക് ഇവിടെ പാനൽ കൊടുത്തിട്ട് പാനലിംഗ് പോലത്തെ ഡോർ ഉണ്ട്. എനിക്ക് അങ്ങനെ നോക്കാം. അങ്ങനെ ആ ഒരു ലെവലില് ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ഇത് കണ്ടാണ്. പിന്നെ നമുക്ക് ഹൈറ്റ് കൊടുക്കുമ്പോഴല്ലേ വീടിനൊരു വിസ്തീർണ്ണം നല്ല ഫീൽ ചെയ്യാം. സാധാ കൊടുക്കണ ഹൈറ്റ് കുറച്ചുണ്ടായിക്കോട്ടെ. നമ്മളിവിടെ 300 ആണ് നമ്മുടെ ഈ താഴത്തെ ഫ്ലോർ വരുന്നത്. അതിൽ കൂടുതലാവുന്നില്ലല്ലോ. ഡബിൾ ഹൈറ്റ് വരുന്ന ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, ലിവിങ്ങിന്റെ അവിടെ. അല്ല, ഈ ലിവിങ് ഇപ്പൊ നിങ്ങൾ ലിവിങ്ങിന് മണ്ട കാണിച്ചേ അത് ഓപ്പൺ അല്ലേ? അത് ഓപ്പണാ. ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് കൊടുത്തിട്ടില്ല. എനിക്ക് അതാണ് കാര്യമായിട്ട് അറിയണ്ടത്. ഈ ലിവിങ് കോണി സ്റ്റെപ്പിന്റെ ഓപ്പണിംഗ് എങ്ങനെ ഇരിക്കും എന്നുള്ള എനിക്ക് മനസ്സിലാദ്യമായിട്ട് കാണട്ടെ. അത് എങ്ങനെ വരികയെന്ന് വെച്ചാല് നമ്മുടെ ഈ വിൻഡോ ഇല്ലേ, സോറി ഈ ഡോറില്ലേ, അതായത് നമ്മുടെ ഡോറ്, ഈ ഡോറിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് ഓപ്പണിംഗ് ആയിരിക്കും. അതായത് നമ്മള് മണ്ടേന്ന് നോക്കിയാൽ ഇവിടെ താഴെ ആരൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രം നമുക്ക്. ഇങ്ങോട്ട് വന്നാല് നമ്മുടെ ഇവിടെ ടി വി യൂണിറ്റുകളും സ്റ്റെപ്പും മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. ഇത്ര ഏരിയ അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ നടക്കാനുള്ള സ്പേസ് ആയിരിക്കും ഇത്ര ഇതിന്റെ മണ്ടയിലൂടെ. നിങ്ങൾ പിന്നെ ചോദിച്ചില്ല മേലൊക്കെ ലിവിംഗ് റൂം ഒന്നും വേണ്ടേ എന്തൊക്കെ ചോദിച്ചിരുന്നല്ലോ. അപ്പർ ലിവിംഗ് എങ്ങനെയാന്ന്. അപ്പർ ലിവിംഗ് ഇപ്പൊ നമ്മളിപ്പം മേളില് എന്റെ ഫ്ലോർ കാണിക്കാവേ. അപ്പൊ നമ്മളിവിടെ കൊടുക്കുവാണെങ്കിൽ ഇവിടെ വരുമ്പം ഇത്രയും ഗ്യാപ്പ് വെറുതെ കിടപ്പില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസ് എന്ന് പറയുമ്പോ ഇങ്ങോട്ടായിരിക്കും വരിക. പിന്നെ ഈ ഒരു ഏരിയയില് വെറുതെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇരിക്കാനുള്ള സ്പേസോ അങ്ങനെ വല്ലതും കൊടുക്കാൻ പറ്റും. 2 സീറ്റോ അല്ലെ അങ്ങനെ വല്ലതും കൊടുക്കാം. ഇവിടെ നമുക്ക് വിൻഡോ ഒന്നും ഇല്ലല്ലോ ഈ സൈഡില്. ഇവിടെ അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്ന ആ ലാൻഡിങ് ഉണ്ടല്ലോ, ഫുൾ ലാൻഡിങ്. ഇവിടെ ഓപ്പൺ ടെറസിലേക്ക് നോക്കാനായിട്ട് വിൻഡോയോ വല്ലതും കൊടുക്കുന്നുണ്ടോ? അല്ല, സാറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും നമുക്ക് ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഓപ്പൺ ടെറസ് എന്തിനാ അങ്ങനെ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞങ്ങൾക്ക് ആ സൈഡ് ഒരു കാടായി കിടക്കുന്ന ഭാഗമായതുകൊണ്ട് നല്ല കിളികളുണ്ട്. അപ്പൊ ആ ഒരു വൈബ് അവിടെ ചെടികളൊക്കെ വെച്ചിട്ട് ആ വൈബ് അവിടെ ഉണ്ടാക്കും. പിന്നെ എന്ത് പരിപാടി നടത്തിയാലും അതൊരു സ്റ്റേജ് പോലെ ആക്കി മാറ്റണം ആ ഏരിയ, ആ ഓപ്പൺ ടെറസ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇതിനനുസരിച്ച് ഗ്ലാസ് ഇടണം, ഗ്ലാസ് ഇടാം, കുഴപ്പമില്ല. ഇവിടെ ആയിട്ട് വേറെ, അതായത് നമ്മുടെ സ്റ്റെപ്പിന്റെ ഇവിടെ ആയിട്ട് ഈ ഒരു ഏരിയയില് വിൻഡോ വരുന്നുണ്ടോ?
കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു, അത് എലിവേഷൻ അനുസരിച്ചാണ്. നിങ്ങൾ എലിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ആ ചെയ്യണം. എലിവേഷൻ അനുസരിച്ച് ഇവിടെ നമ്മളിത് കൊടുക്കണം. ഗ്ലാസ് അവിടെ കൊടുത്താലേ ഉള്ളിലോട്ട് വെളിച്ചം വരുള്ളൂ. ഇവിടെ കൊടുത്താലേ ഇങ്ങോട്ടേക്ക് വെട്ടം വരത്തുള്ളൂ. ഇവിടെ കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടും. അത്യാവശ്യം നല്ല നന്നായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ഏരിയ നമ്മള് ഇത് കൊടുക്കുന്നില്ലല്ലോ. അല്ല, അത് ഫുൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോകണ്ട. അവിടെ മറ്റേ അവൻ വരച്ചതിൽ അവിടെ എന്തുണ്ടെന്ന് അറിയോ? പർഗോള ഹോൾസ് ഉണ്ട്. പർഗോള കൊണ്ട് നിങ്ങൾ 3D എടുത്ത് നോക്കിയാൽ കാണാം, കുഞ്ഞു കുഞ്ഞു ഹോൾസ് കൊടുത്തിട്ടുണ്ടാവേ ഇവിടെ ആയിട്ട്. അവിടെ ആയിട്ട്. അത് നേരെ അടി മുതൽ മേലെ വരെ പോണ ഹൈറ്റ് അല്ലേ? ഇത് നമ്മുടെ ലിവിങ്ങിന്റെ ഹോള്. ലിവിങ്ങിന്റെ ഹോള്. അപ്പൊ ആ ഹോളിൽ നമ്മൾ ചെയ്തിരിക്കണ ഇപ്പൊ എന്താ ബേബി വിൻഡോ ആഡ് ചെയ്തു. അതിന്റെ നേരെ മേലക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണത്, പ്ലെയിൻ ആയിട്ട് പോണത്. ഇതിൽ മുന്നേ ഉണ്ടായിരുന്നത് ജനലാണ് കൊടുത്തിരുന്നത്. അതിന്റെ നേരെ മേലെ പ്ലെയിൻ ആയിട്ട് പോയിട്ട് പിന്നെ ആ ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ മറ്റേ കൊടുക്കുന്നുണ്ട്, ഏത് വെളിച്ചം കാറ്റും വരാൻ വേണ്ടി പർഗോള കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ പകരമാണ് നിങ്ങൾക്ക് റിങ് കൊടുക്കാം. റിങ് ഇല്ലേ? റിങ്ങുകൾ കൊടുക്കാം. ഒന്നോ രണ്ടോ റിങ് കൊടുക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഉള്ളിലോട്ട് വെള്ളം വരരുത്. ആ ഭാഗത്താണ് നമ്മൾ കന്നിമൂല. ആ ഭാഗത്ത് കാരണം വെളിച്ചം കാറ്റൊക്കെ വരിക. കാറ്റടിക്കുന്ന ഭാഗം ആ ഏരിയ ആണ്. നിങ്ങൾക്കറിയാലോ, ഈ കാറ്റിന്റെ ദിശ വരുന്നത് ഈ മൂലയാണ്. ഈ ഒരു മൂലയിലാണ് നമുക്ക് കാറ്റിന്റെ ദിശ വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാറ്റാണ് കടന്ന് പാശ്വന വൈക്കൂടി ഇങ്ങനെ പോണ രൂപത്തിലേക്ക് കവർ ചെയ്യണം. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു മീറ്റിംഗ് വെക്കാവേ ഇന്ന് തന്നെ. ഇത് നോക്കി നിങ്ങൾ മാക്സിമം ഒന്നേ ഒരു എക്സിലൊക്കെ ആണെങ്കിലും കാണാൻ കുറച്ച് മറ്റേ വാളിലൊക്കെ നിറച്ച ഡിസൈനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ടൈല് ഇപ്പൊ ലിവിംഗ് റൂമിന് ഒപ്പറമായിട്ട് വരെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഡിസൈൻ കൊടുത്തോളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഓവർ എക്സ്പെൻസോട്ട് പോകരുത്. അതുകൊണ്ടാണ്. കാരണം നമ്മൾ വർക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ എനിക്കത് ആ എക്സ്പെൻസും കൂടി അതിൽ ആഡ് ചെയ്യിച്ചിട്ടാണ്. വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഈ ടൈലിന്റെ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്യും.